ഇനി പാർലമെന്റ് അതിക്രമ കേസിന്റെ വിവരങ്ങളിലേക്കാണ്. അതിലെ മുഖ്യ ആസൂത്രകൻ ലളിത് ജായുടെ സുഹൃത്ത് പോലീസ് നിരീക്ഷണത്തിലാണ്. ലളിത് ഫോണിൽ പകർത്തിയ അതിക്രമ ദൃശ്യങ്ങൾ പരമാവധി പ്രചരിപ്പിക്കാൻ സുഹൃത്ത് സൗരവ് ചക്രവർത്തിക്ക് നിർദ്ദേശം നൽകിയെന്ന് പോലീസ് പറയുന്നു. ലളിത് ജായ്ക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. പ്രതികളുടെ കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തി. അർജുൻ പീതാംബരം വിവരങ്ങൾ നൽകും. അർജുൻ, എങ്ങനെ പോകുന്നു അന്വേഷണം? പിന്നിൽ ഇനിയും കൂടുതൽ ആളുകളെ സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ദിവേഷ്, കൂടുതൽ ആളുകളിലേക്ക് കൂടി അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിക്കുകയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ. എന്തായാലും ഈ ലളിത് ജാ ഭാരത് മാതാ കി ജയ് എന്ന ഒരു സന്ദേശത്തോടു കൂടിയാണ് സുഹൃത്തുക്കൾക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു നൽകിയത്. അതിന് കേന്ദ്രീകരിച്ച് കൂടിയാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. നിലവിൽ സൗരവ് ചക്രവർത്തി എന്ന ലളിത് ജായുടെ പശ്ചിമ ബംഗാളിലെ സുഹൃത്തിലേക്ക് കൂടി അന്വേഷണം കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാൾ കേസിൽ നേരിട്ട് ബന്ധമില്ല, പ്രതി ചേർത്തിട്ടുമില്ല, തൽക്കാലം നിരീക്ഷിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് പോലീസ് പറയുന്നത്. കാരണം പ്രത്യേകിച്ചും ഈ ആയിട്ടുള്ളവരുടെ കാൾ റെക്കോർഡ് പരിശോധിച്ച് ഏകദേശം 60ഓളം പേരെ ഇതിനോടകം തന്നെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ഡൽഹി പോലീസ്. അതിൽ പ്രധാനിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് സൗരവ് ചക്രവർത്തി. പക്ഷേ കേസിൽ നേരിട്ട് പങ്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രതികളുടെ എല്ലാ മൊബൈൽ ഫോണുകൾ കഴിഞ്ഞ ദിവസം ലളിത് ജാ കത്തിച്ചു കളഞ്ഞു. അത് പോലീസ് വീണ്ടെടുത്തതും കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തെളിവ് നശിപ്പിച്ചു എന്ന വകുപ്പ് കൂടി ലളിത് ജായ്ക്കെതിരെ ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചും അവരുടെ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ചു കൂടിയാണ് അന്വേഷണം തെളിവെടുപ്പും പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലളിത് ജാ ഒളിവിൽ താമസിച്ചിരുന്ന രാജസ്ഥാനിൽ പോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇപ്പോൾ മുംബൈ, അതുപോലെ തന്നെ ലക്നൗ, വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത, അതുപോലെ തന്നെ മൈസൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഈ പ്രതികളെയും കൊണ്ടുള്ള തെളിവെടുപ്പും അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.